ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പഴയ ഗുണ്ടാപ്പണിയൊക്കെ അങ്ങ് നിർത്തിക്കോണം. അതൊക്കെ ഞാൻ എന്നെ നിർത്തി. എന്റെ പൊന്നെ രാഹി, ദേഷ്യപ്പെടാതെ. അങ്ങനെ ഒരു ഗുണ്ടായുസത്തിനൊന്നും ഞാൻ പോവില്ല. എന്റെ രാഖിയാണ് സത്യം. ഇതാ രണ്ടുപേരും കൂടി ഇങ്ങനെ പ്രേമിച്ചിരുന്നാ ശരിയാവില്ല. എന്റെ സ്കൂളിൽ ബെല്ലടിക്കുന്നേ. ഒന്ന് പോടി. ഒന്ന് വാ അങ്കിള്. തിരിഞ്ഞു നോക്കിയതൊക്കെ മതി, ഒന്ന് വാ. ഇതുപോലെ നൈസായിട്ട് ലോറി കടന്നു പോയതിനു ശേഷം ഒന്നും ശേഷിപ്പിക്കരുത്. നിന്റെ കാര്യത്തിലല്ലേലും എനിക്ക് നല്ല ഉറപ്പാ. ലോറി ഇടിച്ച് കഥ കഴിക്കാൻ മിടുക്കനാണല്ലോ നീ. ഇത് 1 ലക്ഷം രൂപ അഡ്വാൻസ് ഉണ്ട്. നിന്റെ വളയം പിടിക്കൽ ലക്ഷ്യം കണ്ടാൽ പറഞ്ഞ തുകയും ഒരു ടിപ്പർ ലോറി ഞാൻ നിനക്ക് തരും. കൊല്ലണം. ഇപ്പോ ടിപ്പർ ലോറി ഇടിച്ച ആൾക്കാർ മരിക്കുന്നത് സർവ്വസാധാരണമാണല്ലോ. രാഗി വരുന്നുണ്ട്. അവൾ നിന്നെ കാണണ്ട. നീ അങ്ങോട്ട് മാറി നിന്നോ. പറയടോ. ഇനിയിപ്പോ അതിന് മാറ്റമൊന്നുമില്ല. ആരെ കൊല്ലുന്ന കാര്യ സാഗർ പറയുന്നേ? ഒരു മിനിറ്റ്. അതേടോ, ജീവന് ഭീഷണിയാണെങ്കിൽ വന്യമൃഗങ്ങളെ കൊല്ലുക തന്നെ വേണം. എത്ര പേരാ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്? അതിനെയൊക്കെ കൊല്ലുക തന്നെ വേണം. നമുക്ക് വൈകിട്ട് കാണാം. ശരി. ഞാൻ നമ്മുടെ സിയാദിനോട് സംസാരിക്കുകയായിരുന്നു. കാട്ടുമൃഗങ്ങളൊക്കെ നാട്ടിലിറങ്ങി മനുഷ്യരെയൊക്കെ കൊന്നോണ്ടിരിക്കുകയല്ലേ. അതിനെയൊക്കെ കൊല്ലണമെന്നാ ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. ഞാനങ്ങ് വിശ്വസിച്ചു എന്നൊന്നും കരുതണ്ട. സാഗറെ, ആരെയും കൊല്ലാനും തിന്നാനും ഒന്നും പോണ്ട. പഴയ ഗുണ്ടാപ്പണിയൊക്കെ അങ്ങ് നിർത്തിക്കോണം. അതൊക്കെ ഞാൻ എന്നെ നിർത്തി. എന്റെ പൊന്നെ രാഹി, ദേഷ്യപ്പെടാതെ. അങ്ങനെ ഒരു ഗുണ്ടായുസത്തിനൊന്നും ഞാൻ പോവില്ല. എന്റെ രാഖിയാണ് സത്യം. അവക്ക് വരാൻ കണ്ടൊരു സമയം. വാടാ. എന്തു വന്നാലും ദിയമോളെ തീർത്തിരിക്കണം. അവള്
നാളത്തെ സൂര്യോദയം കാണരുത്. ഏറ്റു. ആ ആ നിക്ക്. ഒരു പ്രധാന കാര്യം പറയാനുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കണം. അഥവാ നിങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടു എന്നിരിക്കട്ടെ, അങ്ങനെ വന്നാ ജഗൻ നിങ്ങളെ തേടി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഒരിക്കലും എന്റെ പേര് പറയരുത്. ദിയമോളെ കൊല്ലാൻ ഏൽപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആനന്ദവല്ലിയെന്നോ കരുണാകരക്കുറുപ്പാണെന്നോ പറയണം. ശരി സാർ. ആ എന്നാ വിട്ടോ. നീ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യം നീ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നു. എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ കയറി വന്ന അതിഥിയാ നീ. നീ എന്റെ കൂട്ടുകാരനല്ല, നിന്നെ എനിക്ക് യാതൊരു മുൻപരിചയമില്ലെന്നൊക്കെ പറഞ്ഞ് ആട്ടി ഇറക്കായിരുന്നു എനിക്ക്. പക്ഷേ അന്ന് ഞാനത് ചെയ്തില്ല. സുഹൃത്താണെന്ന് സമ്മതിച്ച് വീട്ടിൽ കയറ്റി സൽക്കരിച്ചു. കുറച്ചു ദിവസം താമസിക്കാൻ ഇടവും തന്നു. അതെന്റെ മര്യാദ. സമ്മതിക്കുന്നു. അല്ല, ഞാൻ എന്ത് മര്യാദകളാ കാണിച്ചത്? നീ വീണ്ടും വന്ന എന്തിനാടാ? എന്റെ ഭാര്യയുടെ മേലെ അമിത സ്വാതന്ത്ര്യം എടുക്കാൻ നിനക്ക് എന്താണ് അവകാശം? അവളില് കണ്ണ് വെച്ചോണ്ടുള്ള കളിയിലെ നീ കളിക്കുന്നത്. തീക്കട്ടയിൽ ഉറുമ്പരിച്ച ചരിത്രമില്ലെന്ന് നീ മറക്കരുത്. മച്ചു, നമ്മൾ രണ്ടും തീക്കട്ടകളായിരുന്നു. പണം തട്ടിയെടുക്കാൻ വേണ്ടി നീ എന്നെ ഒറ്റ കൊടുത്തു. എന്നിട്ട് എന്റെ പണം എറിഞ്ഞ് കളിച്ച് നീ വലിയ കോടീശ്വരനായി. ഹോ, തീക്കട്ടയായിരുന്ന നീയേ കേറിയങ്ങ് പെരും തീയായില്ലേ? ആ, ഞാനിന്നും വെറും തീക്കട്ട അല്ലേ? പക്ഷേ ഒന്നോർത്താ, ചാമ്പൽ മൂടിക്കിടക്കുന്നേ ഉള്ളൂ, ഉണഞ്ഞിട്ടില്ല ഇപ്പോഴും. എന്താ ഇത്? നിനക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്. ഇത് മുംബൈയിലേക്കുള്ള ടിക്കറ്റാ. അവിടെ 2 ദിവസം നിൽക്കുമ്പോ നിനക്ക് ദുബായിലേക്ക് പറക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരും. നീ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തുള്ള ജീവിത സൗകര്യത്തിൽ നിനക്ക് അവിടെ കഴിയാം. മച്ചു, ഞാൻ നിന്നോട് ദുബായ് ടിക്കറ്റ് ചോദിച്ചില്ല. നിരഞ്ജൻ ആവശ്യപ്പെട്ടത് മതി. നിരഞ്ജന് പണം അതെനിക്ക് ഇപ്പൊ തരണം. ഇല്ല. ഇല്ലേ? എന്നാ ഓക്കെ. മാനത്തെ കൊട്ടാരം